കൈവിരൽ കൊണ്ട് പല്ല് തേച്ചാൽ സുന്നത്ത് ലഭിക്കുമോ? ഉത്തരം: സുന്നത്ത് ലഭിക്കില്ല. ചോദ്യം: ലൈലത്തുൽ ഖദർ അറിഞ്ഞവർ അത് രഹസ്യമാക്കി വയ്ക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: അതെ, സുന്നത്താണ്. മാത്രമല്ല, ലൈലത്തുൽ ഖദർ അറിഞ്ഞവർ അന്നത്തെ രാത്രി അവനാവശ്യമുള്ള ഐഹിക പാരത്രിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മതപരമായ കാര്യങ്ങൾക്കും പരലോകമോക്ഷത്തിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. ചോദ്യം: ഉളു പുതുക്കൽ സുന്നത്താണല്ലോ. സുന്നത്താവാൻ പ്രത്യേക നിബന്ധനകൾ വല്ലതുമുണ്ടോ? ഉത്തരം: ഉണ്ട്. ആദ്യത്തെ ഉളു കൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചിരിക്കണം. ഒരു റക്അത്തായാലും മതി. തിലാവത്തിൻ്റെ സുജൂദ്, ത്വവാഫ് എന്നിവ നിർവഹിച്ചതിനാൽ ഉളു പുതുക്കൽ സുന്നത്തില്ല. ഉളു പുതുക്കൽ പ്രത്യേക ആരാധനയാണെന്ന് കരുതി മാത്രം ചെയ്യൽ ഹറാമാണ്. ചോദ്യം: സ്ത്രീകൾ ഇറുകിയ വസ്ത്രം ധരിക്കുന്നതിൻ്റെ വിധി. ഉത്തരം: ശരീരവണ്ണം വ്യക്തമാകും വിധത്തിലുള്ള ഇറുകിയ വസ്ത്രം സ്ത്രീ ധരിക്കൽ കറാഹത്താണ്. ആൺവേഷം ധരിക്കൽ ഹറാമുമാണ്. ആൺവേഷം ധരിക്കുന്ന സ്ത്രീകളെയും പെൺവേഷം ധരിക്കുന്ന ആണുങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ചോദ്യം: തലപ്പാവിന് ചിലർ വാല് വയ്ക്കാറുണ്ടല്ലോ. ഇതിൻ്റെ പരമാവധി നീളം എത്രയാണ്? ഉത്തരം: ചുരുങ്ങിയത് 4 വിരൽ നീളവും പരമാവധി 1 മുഴവും. ചോദ്യം: സ്ത്രീ പുറത്തു പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാമോ? ഉത്തരം: പുറത്തു പോകുമ്പോൾ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. കുഴപ്പങ്ങളെ പേടിക്കുമ്പോൾ ഇത് ഹറാമാണ്. ചോദ്യം: സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്തല്ലേ? ഉത്തരം: അല്ല, കറാഹത്താണ്. വിവാഹിതയാണെങ്കിൽ മാത്രം സുന്നത്തും. ചോദ്യം: പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് സുന്നത്തുണ്ടല്ലോ. ഇത് പുരുഷന്മാർക്ക് മാത്രമാണോ? സ്ത്രീകൾക്ക് സുന്നത്തില്ലേ? ഉത്തരം: തീർച്ചയായും. സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴും മുസാഫഹത്ത് സുന്നത്തുണ്ട്. ചോദ്യം: ഇമാമിൻ്റെ നിസ്കാരം ദീർഘിച്ചത് കാരണം മഅ്മൂമിന് നിൽക്കാൻ പ്രയാസമായാൽ എന്തു ചെയ്യണം? ഉത്തരം: ഇമാം റുക്കുഇൽ പോകുന്നത് വരെ മഅ്മൂമിന് ഇരിക്കാവുന്നതാണ്. ഇമാം റുക്കുഇൽ പോകുമ്പോൾ എഴുന്നേറ്റ് ഇമാമിനോടൊപ്പം റുക്കുഉ ചെയ്താൽ മതി. ചോദ്യം: നല്ല വസ്ത്രം ധരിച്ചാൽ ദുഃഖം കുറയുമോ? ഉത്തരം: അതെ, കുറയും. സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യും. ചോദ്യം: കുട്ടികൾ മാതാപിതാക്കളോടൊന്നിച്ച് കിടന്നുറങ്ങാറുണ്ടല്ലോ. എത്ര വയസ്സ് മുതലാണ് അവരെ മാറ്റിക്കിടത്തൽ നിർബന്ധമുള്ളത്? ഉത്തരം: 10 വയസ്സായാൽ മാറ്റിക്കിടത്തൽ നിർബന്ധമാണ്. ചോദ്യം: പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലത് കാൽ വെച്ച് കയറണമല്ലോ. എന്നാൽ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന മഖബറയിലേക്ക് ഏത് കാൽ വെച്ചാണ് കയറേണ്ടത്? ഉത്തരം: പള്ളിയിൽ നിന്ന് കയറുകയാണെങ്കിൽ ഇടത് കാൽ വെച്ച് കയറണം. കാരണം മഖബറയേക്കാൾ മഹത്വം മസ്ജിദിനാണല്ലോ. ചോദ്യം: കറുത്ത ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന് ചിലർ പറയാറുണ്ട്. ശരിയാണോ? ഉത്തരം: കറുത്ത ചെരുപ്പ് മാത്രമല്ല, കറുത്ത ഏത് തരം വസ്ത്രവും സ്ഥിരമായി ഉപയോഗിക്കൽ നല്ലതിനെതിരാണ്. ചോദ്യം: ചില മഖബറകളിൽ പൂക്കൾ വിതറിയതായി കണ്ടിട്ടുണ്ട്. ഇത് ഇസ്ലാമിക ആചാരമാണോ? ഉത്തരം: അതെ, ഖബറിന്മേൽ സുഗന്ധമുള്ള പൂക്കൾ വിതറുന്നതിന് വിരോധമില്ല. അതിൻ്റെ പരിമളം ആസ്വദിക്കാൻ മലക്കുകൾ ഇറങ്ങിവരും. അതേസമയം പ്രസ്തുത പൂക്കൾ ഉണങ്ങുന്നതിനു മുമ്പ് അവിടെ നിന്നെടുക്കൽ നിഷിദ്ധമാണ്.